ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെ കാലിയബോറിൽ 6,950 കോടിയിലധികം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോറിന് തറക്കല്ലിടും. പശ്ചിമബംഗാളിൽ നിന്നും അസമിൽ നിന്നുമുള്ള 5 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ഇന്ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി, അസമിലെ കാലിയബോർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഇതോടെ രാജ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ എണ്ണം 39 ആകും. ലക്ഷദ്വീപ്, പുതുച്ചേരി, ഗോവ, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാം. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. JEE മെയിൻ സെഷൻ 1 പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നും 24-നുമിടയിൽ BE BTech പേപ്പർ 1 എഴുതുന്നവരുടെ അഡ്മിറ്റ് കാർഡാണ് പുറത്തിറക്കിയത്. JEE.main.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഇവ ഡൗൺലോഡ് ചെയ്യാം. 5 ദിവസമായി തൃശൂർ ജില്ലയെ കലാപൂർണമാക്കിയ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലും പരിപാടിയിൽ പങ്കെടുക്കും. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. തൃശൂർ 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പൈലറ്റ് കേന്ദ്രം നാളെ കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ എന്നിവരും പങ്കെടുക്കും. കൊട്ടാരക്കരയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വർക്ക് നിയർ ഹോം കേന്ദ്രത്തിൽ 141 പ്രൊഫഷണൽ വർക്ക് സ്പേസുകളാണുള്ളത്. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 ഇന്ന് കൊല്ലത്ത് തുടക്കമായി. ക്ഷീരസംഗമം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്ഷീര സഹകാരി അവാർഡ്, ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്, മാധ്യമ അവാർഡ് എന്നിവയും മുഖ്യമന്ത്രി സമ്മാനിക്കും. ഡയറി എക്സ്പോ മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. അരനൂറ്റാണ്ടിന് ശേഷം ചന്ദ്രനെ ചുറ്റിയുള്ള മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിന് തയ്യാറെടുത്ത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ. ദൗത്യത്തിനായുള്ള 322 അടി ഉയരമുള്ള റോക്കറ്റ് കെന്നഡി സ്പേസ് സെന്റർ വിക്ഷേപണ തറയിലേക്ക് നീക്കി. വരും മാസങ്ങളിൽ വിക്ഷേപണം നിശ്ചയിച്ചേക്കുമെന്നാണ് സൂചന. 10 ദിവസത്തെ ദൗത്യത്തിന്റെ ഭാഗമായി 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ ചുറ്റി തിരികെ എത്തും. 1972 ശേഷം ഇതാദ്യമായാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നത്. ഡൽഹിയിലെ വായു ഗുണനിലവാരം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് അടുത്തതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഡൽഹി സർക്കാർ. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ പ്രകാരം സ്റ്റേജ് 4 നടപടികൾ വീണ്ടും നടപ്പിലാക്കുമെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷണർ അറിയിച്ചു. നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദേശീയ തലസ്ഥാന മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി നിരോധിച്ചു. ഓഫീസുകൾ 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യം ഒരുക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. പരിപാടിയുടെ 130-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. വയനാട് ചൂരൽമല ദുരന്ത നിവാരണ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും കൂട്ടിയിണക്കി അതിവേഗം സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചൂരൽമലയിലെ ദുരന്തബാധിതർക്കുള്ള ധനസഹായം തുടർന്നും നൽകും. ഇക്കാര്യത്തിൽ അനാവശ്യമായ ആശങ്കയുടെ ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇൻഡിഗോ വിമാന കമ്പനിക്ക് മേൽ 22.2 കോടി രൂപ പിഴ ചുമത്തി വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ. ഡിസംബറിൽ കമ്പനിയുടെ സർവീസുകൾ വ്യാപകമായി റദ്ദാക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്തിരുന്നു. ഇത് 3 ലക്ഷത്തിലധികം യാത്രക്കാരെ ബാധിച്ചതായാണ് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് DGCA രൂപീകരിച്ച 4-അംഗ സമിതി അന്വേഷണത്തെ തുടർന്നാണ് പിഴ ചുമത്തിയത്. ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ ദർശനം ഇന്നലെ രാത്രി അത്താഴ പൂജയോടെ അവസാനിച്ചു. മണിമണ്ഡപത്തിൽ മകരസംക്രമ ദിനം മുതൽ 5 ദിവസത്തേക്ക് നടത്തുന്ന കളമെഴുത്തിന് ഇന്ന് സമാപനമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.